ഹലോ, നമസ്കാരമുണ്ട്. വണ്ടിമച്ചാന്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ ഉള്ളത് മസനഗുഡി എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിലാണ് കേട്ടോ. അപ്പൊ ആൾക്കാർ വിചാരിക്കും മസനഗുഡി എന്ന് പറഞ്ഞ വലിയൊരു പട്ടണമാണെന്ന്. ചെറിയൊരു സ്ഥലമാണ് മസനഗുഡി എന്ന് പറഞ്ഞത്. അപ്പോ മസനഗുഡിയിൽ നിന്ന് നമ്മള് ഊട്ടിയിലേക്ക് 36 ഹെയർ പിൻ ബെൻഡ് കയറിയിട്ട് പോണ ഒരു ഗംഭീര യാത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഇതാണ് മസനഗുഡി, എന്താ പറയാ, ചെറിയൊരു പട്ടണം. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ മസനഗുഡി എന്ന് പറഞ്ഞാൽ ആകെ. അവിടെ ഒരു സ്റ്റാൻഡും ഉണ്ട്, കുറച്ച് കടകളുണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി. ഈ വണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോണത്. സ്മോൾ ബസ് എന്ന് അറിയപ്പെടുന്ന വണ്ടിയാണിത്. ഇതിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോണേ കേട്ടോ. അപ്പൊ നമ്മുടെ ഈ വണ്ടി നമ്മുടെ മസനഗുഡി എന്ന് പറഞ്ഞ ടൗൺ വിട്ട് നമ്മള് ഊട്ടിയിലേക്കുള്ള യാത്ര തുടങ്ങി കേട്ടോ. ഈ വണ്ടിയുടെ വിൻഷീൽഡിന്റെ ഫ്രണ്ടിൽ ആകെ എന്താ പറയാ, കംപ്ലീറ്റ് പൊടിയും പടലങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കും നിങ്ങൾക്ക് എത്രമാത്രം കിട്ടുന്ന അറിയില്ല. പിന്നെ തീർത്തും അറിയാലോ, തമിഴ്നാടൻ ബസ്സുകളിൽ നമുക്ക് ഫ്രണ്ടിലിരിക്കാനായിട്ട് ഭയങ്കര പാടാണ്. നമ്മൾ വലിയ ബസ്, ഇതിനെക്കാട്ടും വലിയ ബസ്സും ലോറിയും ഒക്കെ ഓടിക്കുന്നതാണ് ഇതൊന്നും പറഞ്ഞിട്ട് അവിടെ കാര്യമില്ല. അന്നത്തെ അവർക്ക് അറിയില്ല, നമ്മളെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല അവർക്ക്. അപ്പൊ നമ്മള് അവിടെ ഫ്രണ്ടിൽ ഇരിക്കാൻ നോക്കിയാൽ തന്നെ അവർക്ക് ഭയങ്കര എന്തോ ഒരു ഉന്മേഷം പോലെയാണ്. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ആയിട്ടാണ് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മളെ ഫ്രണ്ടില് ഒരുവിധം സെറ്റ് ആക്കിയത്. മസനഗുഡിയിൽ നിന്ന് ഒരുപാട് പേര് കോളേജിൽ പഠിക്കാനായിട്ട് ഊട്ടിയിലേക്ക് പോകുന്നുണ്ട്. നീലഗിരി ഹിൽസിന്റെ ഭാഗമാണ് ഈ കാണുന്ന ഏരിയ മുഴുവൻ. ഇവിടെ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ് കേട്ടോ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇതിലൂടെ പോകുമ്പോൾ. ഇടയ്ക്കിടയ്ക്ക് ഹമ്പുകൾ ഉണ്ടായിരിക്കും, അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. അത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹമ്പ് ഇട്ടില്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ, പുറമേ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ച് പോകും. മാൻകൂട്ടങ്ങളും അതൊക്കെ ചാടുണ്ടായിരിക്കും. അപ്പോ അതിനെ ഇടിച്ച് അതിന് അപകടം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഹമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത്. പക്ഷെ നമുക്കതൊരു ഇറിറ്റേഷനായിട്ട് തോന്നും. എസ്പെഷ്യലി നമ്മളൊരു ബൈക്കിലൊക്കെ പോവുകയാണെങ്കിൽ ചാടി ചാടി ഇങ്ങനെ പോണ്ടി വരും. അപ്പൊ യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഞാന് ഈ വണ്ടിയിൽ കയറുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 മണി ഒക്കെ ആയിരുന്നു ഞാൻ മസനഗുഡിയിൽ എത്തിയത്, പുലർച്ചെ. പക്ഷെ ഫസ്റ്റ് വണ്ടിയിൽ ഞാൻ പോയില്ല, കുറച്ച് തിരക്കായിരുന്നു. അപ്പൊ രണ്ടാമത്തെ വണ്ടി ഒരു 8 മണിക്ക് രണ്ടാമത്തെ ബസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ രണ്ടാമത്തെ വണ്ടിയിലാണ് ഞാൻ ഇപ്പൊ യാത്ര ചെയ്യുന്നത്. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു വണ്ടിയില്. പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താന്ന് പ്രശ്നം, ഈ മസനഗുഡിയിലേക്ക് പോവാനായിട്ട് എന്താന്ന് വെച്ചാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ലോക്കൽസിന് മസനഗുഡി വഴി കയറി പോവാം. ഒരിക്കലും ഊട്ടിയിൽ പരിസരത്തുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മസനഗുഡി ഭാഗത്തുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇറങ്ങി വരാനുള്ള ഒരു ഓപ്ഷൻ അവരിട്ടിട്ടുള്ളൂ. കാരണം മുന്നേ ഒരു വലിയൊരു അപകടം ഉണ്ടായിട്ട് കുറെ പേര് മരിക്കുകയൊക്കെ ചെയ്തു. അതിന് ശേഷമാണ് ഇപ്പൊ അവിടെ റെസ്ട്രിക്ഷൻ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് മസനഗുഡി വഴി കയറി പോകാനായിട്ട് പറ്റും, ഇറങ്ങി വരാൻ പറ്റില്ല. അപ്പൊ ഒരിക്കലും നിങ്ങൾ ഊട്ടിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഡല്ലൂര് എത്തുക. ഗൂഡല്ലൂര് വഴി നിലമ്പൂര്, ഗൂഡല്ലൂരിന്ന് അങ്ങനെ മസനഗുഡി കയറിയിട്ട് ഈ ചുരം കയറിയിട്ട് പോവാം. നമുക്ക് ശരിക്ക് ഊട്ടിയിലേക്ക് എത്താൻ വളരെ സിമ്പിൾ ആയിട്ട് ഗൂഡല്ലൂരിന്ന് തിരിഞ്ഞു പോയ ഊട്ടിയിലേക്ക് സ്ട്രേറ്റ് റോഡ് ഉണ്ട്. അതാണ് ശരിക്കും ഒറിജിനൽ പാത. പക്ഷെ നമുക്ക് ഈ ചുരം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മള് ഈ ഒരു എന്താ പറയാ, ഗൂഡല്ലൂര് കഴിഞ്ഞ് മസനഗുഡി വന്ന് മസനഗുഡിയിൽ നിന്ന് നമുക്ക് ഈ 36 ഹെയർ പിൻ ബെൻഡ് കയറിയിട്ട് പോവാം. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഘാട്ടാണ്. അതായത് വളവും തിരിവും ഒക്കെ ആയിട്ട് വളരെ ചെറിയ വളവും തിരിവുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒടിവൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പൊ ഈ പോണ ബസ് തന്നെ വളരെ ചെറിയ സ്മോൾ ബസ് എന്നറിയപ്പെടുന്ന ബസ്സാണ്. അതിലാണ് നമ്മുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ ബസ്സാണ്, അത് കട്ട്ചേസ് ബസ്സാണ്. അത് മാത്രമേ അവിടെ തിരിയുള്ളൂ, അല്ലാതെ വലിയ വണ്ടികളൊന്നും തിരിയില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ വണ്ടി ഒരു ചെറിയൊരു സ്ട്രേറ്റ് വഴി ജസ്റ്റ് തിരിഞ്ഞ് നമ്മളൊരു ഗ്രാമപ്രദേശത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ റോഡാട്ടോ. അവിടെ ഈ കോളേജിലേക്കൊക്കെ പോകണം, സ്കൂളിലേക്കൊക്കെ പോകണം പിള്ളേരൊക്കെ എടുക്കാനായിട്ടാണ് ഇപ്പൊ ഈ വണ്ടി ഈ ഒരു സൈഡിൽ കൂടി തിരിഞ്ഞത്. ഇപ്പൊ ആ അടുത്തൊരു വളവ് കൂടി കടന്ന് നമ്മള് മെയിൻ റോഡിലേക്ക് വീണ്ടും കയറും. ജസ്റ്റ് ഒരു ഡീവിയേഷൻ എടുക്കുമെന്ന് മാത്രം.
ഈ മസനഗുഡി വഴി ഊട്ടിയൊക്കെ ഇപ്പോഴല്ലേ ഫേമസ് ആയത്. എന്റെ ചാനൽ 3-ാമത്തെ വർഷമാണ് ചാനൽ തുടങ്ങിയത്. ഞാൻ 2 വർഷം മുന്നേ തന്നെ ഞങ്ങളൊരു ബൈക്ക് റൈഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഞാന് മസനഗുഡി വഴി ഊട്ടി ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മുരളി വഴി ഇറങ്ങി അട്ടപ്പാടി വഴി പോണത്. അപ്പൊ അതൊക്കെ അന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന വീഡിയോസിന് വ്യൂസ് ഇല്ല. അതിനും മോശമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അന്ന് ആ പഴയ വീഡിയോ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറ്റിച്ച് ഞാൻ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾ തപ്പി പിടിച്ചാലും മതി. 250 രൂപ 300 രൂപയാണ് കിട്ടിയേക്കുന്നത്. അത് നമ്മള് അതിരപ്പള്ളി മടക്കപ്പാറ വഴി പോണതും അതുപോലെ മുരളി വഴി പട്ടപ്പാടി വഴി പോണതും മസനഗുഡി വഴി ഊട്ടി പോണതും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. മാൻകുട്ടികൾ ചാടണ കണ്ട എത്ര മാന ചാടണ നോക്കി. നിങ്ങൾക്ക് എത്ര കാണുമെന്ന് അറിയില്ല. മാനുകൾ ഇങ്ങനെ കുറെ ചാടിപ്പോകുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഒരു വഴിയിലെ കാഴ്ചകൾ. അതുപോലെ എലന്തപ്പഴം എന്ന് പറഞ്ഞ പഴമൊക്കെ നമ്മുടെ കുറ്റിച്ചെടി ആണ് എലന്തപ്പഴം എന്ന് പറഞ്ഞാൽ. അതൊക്കെ ഈ സൈഡിൽ നമുക്ക് പറിക്കാനൊക്കെ പറ്റുള്ളൂ. പോകുമ്പോ ഫോറസ്റ്റ് ഗാർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇറങ്ങാൻ പാടില്ല എന്നാണ് പറയണത്. ഫോറസ്റ്റിന്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് വാഷ്റൂം മൂത്രമൊഴിക്കാൻ പോലും നമ്മൾ പോകാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഇറങ്ങിയ പുലിയിലും അങ്ങനെ സംഭവങ്ങളൊക്കെ വരും. അപ്പൊ ശ്രദ്ധിക്കണം. എന്തായാലും നമ്മളിതുപോലെ പറമ്പിക്കുളം പോയിടുന്നു KSRTC ബസ്സിൽ ഒരു 1.5 വർഷം മുന്നേ. അതിന് വീഡിയോ ഒക്കെ കാണുന്നവരൊന്ന് കണ്ടാൽ മതി. അപ്പൊ ഗംഭീര വീഡിയോ ആയിരുന്നു. കാടാണ് പറമ്പിക്കുളം എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഈ ഒരു പാലം നിങ്ങൾ ഒരുപാട് വൈറലായിട്ട് നിങ്ങൾ എല്ലാ ഒരു ഫോട്ടോയിലും കണ്ടിട്ടുണ്ടായിരിക്കും. ആ പാലാണ് നമുക്ക് കടന്നു പോയത്. അപ്പൊ പറഞ്ഞത് പറമ്പിക്കുളത്തേക്ക് എത്തണമെങ്കിൽ നമുക്ക് പൊള്ളാച്ചി എത്തിയാലേ നമുക്ക് പറമ്പിക്കുളം എത്താൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു പാലക്കാട് നിന്ന് പറമ്പിക്കുളം കൊണ്ട് KSRTC ബസ്സിൽ വീഡിയോ ചെയ്യുന്നതായിരുന്നു. അത് ഭയങ്കര എന്താ പറയാ വല്ലാത്തൊരു ഫീലായിരുന്നു. നമുക്ക് മലക്കപ്പാറ വാൽപ്പാറ കൂടി പൊള്ളാച്ചി പോണതും അതുപോലെ തന്നെ ഈ പറമ്പിക്കുളം പോണതും അതുപോലെ ഈ മസനഗുഡി വഴി ഊട്ടി മുരളി മണ്ണാർക്കാട് അട്ടപ്പാടി ചുരം വഴി കയറി പോണത് ഇതൊക്കെ നമ്മൾ 2 വർഷം മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന് വ്യൂസ് കൂലി ഒന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഏതെങ്കിലും ഒരു ബ്ലോഗർമാർ ഇത് വീഡിയോ ചെയ്യുമ്പോൾ പിന്നെ അത് ഏറ്റുപിടിക്കാനായിട്ടുള്ള കുറെ ആൾക്കാർ. കൊല്ലങ്കോടന്റെ വീഡിയോ നമ്മുടെ നാടാണ്. കൊല്ലങ്കോടന്റെ വീഡിയോ ഒക്കെ എത്രയോ കാലം മുന്നേ നമ്മള് സിനിമ ഷൂട്ടിങ്ങുകൾ അതുപോലെ നമ്മൾ ഇട്ടിട്ടുണ്ട്. എത്രയോ ലൊക്കേഷൻസ് നമ്മൾ കാട്ടിയിട്ടുണ്ട്. അപ്പൊ ഒന്നും വീഡിയോ ആരും കാണില്ല. അതിനുശേഷം ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കണവൻ ബ്ലോഗർ ഒന്നത് രക്ഷപ്പെടുത്തിയ പിന്നെ അതിന് പിന്നാലെ നടക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരാണ്. എന്തായാലും നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും നമ്മളൊരു ബസ്സിലല്ല അന്ന് പോയത്, ബൈക്കിലായിരുന്നു. ബസ്സിൽ നിന്ന് യാത്ര ചെയ്ത എക്സ്പീരിയൻസ് നോക്കാച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ബസ്സിൽ കയറി. അപ്പൊ ചുരം നമ്മൾ കയറാൻ തുടങ്ങി. അപ്പൊ ചെറിയ ചെറിയ ഹമ്പുകൾ ഉണ്ട് അതിന്റെ ഇടയിൽ. അതാണ് ചാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹെയർ പിൻ ബെൻഡ് നമ്മൾ അങ്ങനെ കയറുകയാണ് കേട്ടോ. ഇവർക്ക് ഈ ബസ് ഓടിക്കുന്നവർക്ക് സ്ഥിരം ഓടിച്ച് എല്ലാ അളവും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ വലിയ സീനില്ല. പിന്നെ സ്മോൾ ബസ് എന്ന് പറഞ്ഞ ബസ്സാണ്. അതുകൊണ്ട് തന്നെ ഇത് കച്ചേസ് ബസ്സാണ്. അതുകൊണ്ട് എവിടെയും തിരിഞ്ഞു നമ്മളെ ഒരു സാധാ ഒരു 10 മീറ്റർ വണ്ടി ഒന്നും ഒരിക്കലും ഇത് കൂടെ കയറില്ല.
നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഊട്ടിയിലേക്ക് എളുപ്പമാർഗം നമുക്ക് മറ്റേ കൂടല്ലൂർ ചെന്നിട്ട് പോകണമെന്നാണ് ഏറ്റവും ഇതിങ്ങനെ വളഞ്ഞു പോകണമെന്നില്ല. പക്ഷെ ഈ ഒരു റോഡ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇപ്പൊ ഈ വഴിക്ക് 36 ഹെയർപിൻ ബെൻഡ് കയറി പോകേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്ക് ഇതില് കിട്ടും. നല്ല കാഴ്ച വേണം, ഗംഭീര കാഴ്ച തന്നെ കിട്ടുന്നത്. സാധാരണ നമ്മുടെ ഊട്ടിയിലേക്ക് പോകാൻ എങ്ങനെയാ വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തിരുവനന്തപുരം ഭാഗത്തുനിന്ന് അവിടെ നിൽക്കുന്ന വരുന്ന ആൾക്കാരൊക്കെ മുഴുവൻ സാധാരണ ചൂസ് ചെയ്യുന്ന വഴി എന്ന് പറഞ്ഞാൽ പാലക്കാട് വഴി, പാലക്കാട് നിന്ന് കോയമ്പത്തൂര് മേട്ടുപ്പാളയം വഴി ഊട്ടിയിലേക്കാണ് സാധാരണ നമ്മള് ഊട്ടിയിലേക്ക് പോകുക. അതല്ല, അതിന് ഡിഫറെന്റ് ആയിട്ട് പല വണ്ടികളൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ KSRTC ബസ്സിന് എടുത്ത് നോക്കുക വെച്ചാൽ തിരുവനന്തപുരം KSRTC ബസ് നിലമ്പൂര് വഴിക്ക് പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ഈ വഴിക്ക് ഇപ്പൊ ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാര്യം ഞാൻ പറഞ്ഞത്, തിരുവനന്തപുരത്ത് നിന്ന് ഒരു വണ്ടി ഊട്ടിക്ക് പോകുന്നുണ്ട്. ആ വണ്ടി കൂടല്ലൂരിൽ നിന്ന് നേരെ ഊട്ടിയിലേക്ക് പോവാ. നിലമ്പൂര്, അതായത് വരണ റൂട്ട് പറഞ്ഞാൽ തൃശ്ശൂർ എത്തിയില്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് കോയമ്പത്തൂർ വഴിക്കല്ല പോണത്, മനസ്സിലായില്ലേ? ആ വണ്ടി നേരെ തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂരിൽ നിന്ന് പെരിന്തൽമണ്ണ, നിലമ്പൂര്, ഗൂഡല്ലൂര് വഴി ഊട്ടിക്കാണ് പോണത്. അപ്പൊ നിങ്ങൾക്ക് ആ ബസ്സിൽ വരികയാണെങ്കിൽ, തിരുവനന്തപുരത്തിലെ ആൾക്കാരുടെ കാര്യം പറഞ്ഞത്, തിരുവനന്തപുരം കൊല്ലം പാതലൂർ, ആ ബസ്സിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഗൂഡല്ലൂര് ഇറങ്ങണം. ഗൂഡല്ലൂർ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മസനഗുഡിക്ക് ബസ് കിട്ടും. ഇഷ്ടംപോലെ ബസ് ഉണ്ട് എപ്പോഴും. ആ ബസ്സിൽ കയറുക, മസനഗുഡി ഇറങ്ങുക. മസനഗുഡിയിൽ നിന്ന് ഇഷ്ടംപോലെ ബസ് നമ്മുടെ ഊട്ടിയിലേക്ക് കിട്ടും. അവിടെ നിന്ന് മസനഗുഡി വഴി പോണ വണ്ടികൾ മാത്രമാണ് ഈ 36 ഹെയർപിൻ ബെൻഡ് കയറിയിട്ട് പോകുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഈ സോളോ ട്രാവലർ ആയിട്ട് ബസ്സിലൊക്കെ കയറി ബഡ്ജറ്റ് ആയിട്ട് പോണ ആൾക്കാരുണ്ടെങ്കിൽ അവരോടത്താണ് ഈ പറഞ്ഞത്. കാറിൽ വരുന്ന ആൾക്കാരെ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കലും ഊട്ടിയിലെത്തിയതിനു ശേഷം നമുക്ക് മസനഗുഡിയിലേക്ക് പോകാന്ന് വിചാരിച്ചാൽ നടക്കില്ല, അവര് വിടില്ല. അപ്പൊ നിങ്ങൾ പോകണ സമയത്ത് മാത്രം മസനഗുഡി വഴി പോകാൻ ശ്രമിക്കുക. തിരിച്ചു പോണത് ഊട്ടിയിൽ നിന്ന് നമുക്കിപ്പോ മേട്ടുപ്പാളയം വഴിക്ക് തിരിച്ചിറങ്ങി പോവുകയെ അതല്ലെങ്കിൽ വേറെ കൂടല്ലൂർ വഴിക്ക് മറ്റേ വഴിക്ക് ഇറങ്ങി പോവുകയൊക്കെ ചെയ്യാം. അപ്പൊ നമ്മളങ്ങനെ കൽക്കാട്ടി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ചുരം കയറി നമ്മുടെ മുകളിലെത്തിയ ഊട്ടിയായി. എന്താല്ലേ ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണെന്നാണല്ലോ പറയാ. അപ്പൊ യാത്രയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ കുറച്ച് ടിപ്സ് ഒക്കെ തരാം. നിങ്ങൾക്ക് എപ്പോഴും പൈസ ഉണ്ടായിട്ട് യാത്ര ചെയ്യണം വിചാരിച്ചാൽ നടക്കുന്നില്ല. അപ്പൊ നമുക്ക് നിസ്സാര ചെലവില് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ടൂറിസ്റ്റ് ബസ്സിലൂടെ പോകണമെന്നില്ല. നമുക്ക് എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്കും ബസ്സുകൾ, KSRTCയും അല്ലെങ്കിൽ പിൽഗ്രിം ഇപ്പൊ അമ്പലങ്ങളിലേക്കും ഒക്കെ നമുക്ക് ബസ്സുകളും ട്രെയിനുകളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് നിസ്സാര ചെലവില് എവിടെയും എത്തിപ്പെടാൻ പറ്റും ഇപ്പൊ. അല്ലാതെ നമ്മളൊരു ടൂറ് പോയാൽ മാത്രമേ ഈ സ്ഥലങ്ങൾ കാണാൻ പറ്റുള്ളൂന്നില്ല. ഞാൻ ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, കൊടൈക്കനാൽ എത്തി ഒരു 500 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക്, അതായത് ഒരു വാൻ പോകുന്നുണ്ട്, എല്ലാരും കൂടിയിട്ട്, അതായത് പാർട്ണർഷിപ്പിലാണ് പോണേന്ന് മാത്രം. എല്ലാരും ഓരോ 500 രൂപ വെച്ചിട്ട് എടുത്ത് അവിടെ അവര് നമ്മളെ കൊണ്ടുപോകും. അത് 500 രൂപ നമുക്ക് ചിലവാകുള്ളൂ. നേരെ മറിച്ചൊരു ക്യാബ് എടുത്ത് പോകണമെങ്കിൽ 3500-4000 രൂപ കൊടുക്കണം, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് ആ 500 രൂപ കൊടുത്തിട്ട് നമ്മൾ അതിലൊരു അംഗമായി നമുക്ക് ആ സ്ഥലങ്ങൾ കാണാം. അപ്പൊ വെറും 1000 രൂപ താഴെ, 1000 രൂപയുടെ താഴെ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുവരാൻ പറ്റും. അപ്പൊ അതും നടക്കുന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് ചുരം കയറി ഏകദേശം വഴി മോശം, അതുകൊണ്ടാണ് ക്യാമറ ഒക്കെ കിടന്നിട്ട് കളയണേട്ടോ. അപ്പൊ ഏകദേശം നമ്മളിങ്ങനെ ടോപ്പിന്റെ ഭാഗത്തേക്ക് എത്തി തുടങ്ങി. അപ്പൊ നമുക്കിപ്പോ കൃഷിയിടങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ട്, സൈഡിൽ നമ്മുടെ ക്യാരറ്റിന്റെ കൃഷിയാണ് കൂടുതൽ കാണുന്നത്. പിന്നെ മുള്ളങ്കി എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ കൃഷിയിടങ്ങളാണ് സൈഡിലൊക്കെ കാണാൻ സാധിക്കുന്നത്. തണുപ്പ് ഇങ്ങനെ നല്ലപോലെ അടിക്കാൻ തുടങ്ങി. വെയില് ചെറുതായിട്ടുണ്ടെങ്കിലും തണുപ്പ് അടിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സുൽത്താൻ ബത്തേരിന്ന് നമുക്ക് ഒരു ട്രിപ്പ് തുടങ്ങുകയാണെങ്കിൽ സുൽത്താൻ ബത്തേരി, ഗുണ്ടൽപേട്ട്, അതുപോലെ തന്നെ ബന്ദിപ്പൂര്, മുതുമലൈ, മസനഗുഡി, ഊട്ടി, ഇങ്ങനെ ഇത്രയും സ്ഥലങ്ങൾ നമുക്ക് കണ്ട് കവർ ചെയ്ത് വരാൻ പറ്റും. ശരിക്കും കാറിലോ അല്ലെങ്കിൽ ബസ്സിലോ വരാൻ പറ്റുന്ന യാത്ര തന്നെയാണിത്. ബൈക്കിലൊക്കെ ആണെങ്കിൽ പറയും വേണ്ട.
ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് ഫോറസ്റ്റ് റൂട്ടുകളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ റൂട്ടുകൾ. അപ്പോൾ ശരിക്കും ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ റൂട്ട് കണക്ട് ചെയ്തിട്ട് ഒന്ന് പോകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഓഫ് ഫീൽ ആയിരിക്കും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, രാത്രി യാത്ര ഇവിടെ ഒന്നും അലൗഡ് അല്ല. 9 മണിക്ക് ശേഷം എല്ലാ ഫോറസ്റ്റ് റൂട്ടുകളും അടയ്ക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 6 മണിക്ക് മുന്നേ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കയറി അല്ലെങ്കിൽ അപ്പുറത്തെ പാതിക്ക് എത്താൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ ഫ്യൂല് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ ഫ്യൂല് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും ഫുള്ളായിട്ട് തന്നെ പോകാൻ ശ്രമിക്കുക. വഴിയിൽ അതുപോലെ ടയറും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വെക്കുക. അല്ലെങ്കിൽ ഇടയിലൊക്കെ വെച്ചിട്ട് ടയർ നാശാൽ അല്ലെങ്കിൽ വണ്ടിയും സെറ്റ് ആവണം. വണ്ടി മോശമാണെങ്കിൽ പ്രശ്നമാവും, സീനാവും. അപ്പൊ ഇതൊക്കെ കാട്ടിന്റെ ഇടയിലൊക്കെ പെട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ നേരത്തെ പറഞ്ഞ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പോകുന്ന റൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് 3 സംസ്ഥാനങ്ങളുടെ റിസർവ് ഫോറസ്റ്റ് കൂടെ പോകാൻ പറ്റും. അതതിന്റെ പ്രത്യേകത. അതായത് മുത്തങ്ങ, ബന്ദിപ്പൂര്, മുതുമല, ഇങ്ങനെ 3 റിസർവ് ഫോറസ്റ്റിനോട് കൂടെ പോരാൻ പറ്റും. അതായത് മുത്തങ്ങ ഫോറസ്റ്റ് കൂടെ പോരുമ്പോൾ നമ്മുടെ കേരളത്തിന്റെയും, ബന്ദിപ്പൂരാകുമ്പോൾ നമ്മുടെ കർണാടകയുടെയും, മുതുമലയാകുമ്പോൾ നമ്മുടെ തമിഴ്നാടിന്റെയും റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗങ്ങളിൽ കൂടി നമ്മുടെ യാത്ര ഉണ്ടാവുക. തീർത്തും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഈ റിസർവ് ഫോറസ്റ്റ് കൂടെ പോകുമ്പോൾ. പുലി കടുവൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല വഴിയും നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ആനകളും പുലികളൊക്കെ ഓടിക്കണം. അവിടെ മാനുകൾ അതുപോലെ പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ടിലേക്ക് ചാടും. ഭയങ്കര സീൻ റൂട്ടാണ്. പിന്നെ ഓരോ റിസർവ് ഫോറസ്റ്റുകളും, മുത്തങ്ങ റിസർവ് ഫോറസ്റ്റ് പോലെ ബന്ദിപ്പൂര് ഫോറസ്റ്റ് കുറച്ചുകൂടി വിസിബിൾ ആയിട്ടുള്ള അതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ മുതുമല എത്തുമ്പോൾ വേറൊരു ഫീലാണ്. അപ്പൊ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് എത്തുമ്പോൾ നമ്മള് എന്താ പറയാ, വേറൊരു സ്വർഗതുല്യമായ അവസ്ഥയാണ്. ഇപ്പോ ഈ റൂട്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഡിസംബർ മാസം കൂടെ പോകണം. അപ്പോഴാണ് നമ്മൾ ഡിസംബർ ടു ആ ഒരു ജനുവരി ടൈമിൽ പോകണം. അപ്പോഴാണ് ഈ മസനഗുഡി വഴി ഊട്ടി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടുള്ളൂ. ഇപ്പോ ഞാൻ പോണത് പറഞ്ഞ മാർച്ച് മാസമാണ്. മാർച്ച് മാസം നമ്മുടെ നാട്ടിലൊക്കെ വെയിലാണ്. ഇവിടെ തണുപ്പ് താരതമ്യേന കുറവായിരുന്നു. ഇനി ഇവിടെ സീസൺ വരുന്നത് മെയ് മാസത്തിലേക്കാണ്. ഏപ്രിൽ മെയ് മാസത്തിലാണ് ഇവിടെ സീസൺ വരുന്നത്. സ്കൂള് ഇന്ന് അടച്ചല്ലോ. അപ്പൊ ഇനി ഈ റൂട്ടില് ആൾക്കാരുടെ സഞ്ചാരം കൂടും. പിന്നെ ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് എനിക്ക് തന്നിട്ടുള്ളത്. വല്ലാത്ത ഒരു ഫീല് തന്നെയാണ്. നമ്മൾ സിംഗിൾ ആയിട്ട് ഇപ്പൊ ബൈക്കിൽ പോവുകയാണെങ്കിലും, സിംഗിൾ ആയിട്ട് നമ്മൾ സോളോ ആയിട്ട് നമ്മൾ ബസ്സിൽ പോവുകയാണെങ്കിലും, ഓരോ യാത്രയും നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ തമിഴ്നാടിന്റെ ഒക്കെ ഒരു പ്രത്യേകത, തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ നമ്മള് കേരളം വിട്ട് അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു വൈവാണ്. അവിടുത്തെ സൂര്യൻ അസ്തമയത്തിന് പോലും പ്രത്യേക ഒരു ചൈതന്യം ഉണ്ട്, അല്ലെങ്കിൽ പ്രത്യേക ഒരു ഭംഗിയുണ്ട് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അവിടുത്തെ പുളിമരങ്ങളും അവിടുത്തെ റോഡുകളും പ്രത്യേക ഒരു പോസിറ്റീവ് വൈവാണ്. നമ്മളിപ്പോ പൊള്ളാച്ചി, പളനി ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ അവിടെയുള്ള വിൻഡ് മിൽസുകളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുളിത്തോട്ടങ്ങളും അല്ലെ, പ്രത്യേക ഒരു വൈവാണ്. എവിടെ പോയാലും എവിടെ നോക്കിയാലും ഒരു പ്രത്യേക ഒരു ടൂറിസത്തിന് ഇത്രയും ഭംഗി, ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടിന്റെ അത്രയും ഇല്ലാന്ന് തോന്നുന്നത്. തമിഴ്നാട് നമ്മൾ എത്രയോ പ്രാവശ്യം പോയി വെച്ചാലും വീണ്ടും പോകണമെന്ന് തോന്നുന്ന ഒരു സ്ഥലം തന്നെയാണ് തമിഴ്നാട്. നമ്മളങ്ങനെ ഏകദേശം ഹില്ലിന്റെ ടോപ്പിന്റെ ഭാഗത്തേക്കൊക്കെ എത്താൻ തുടങ്ങി കേട്ടോ. ഈ ഒരു ഇതിന്റെ വിൻഷീൽഡ് ക്ലിയർ ഇല്ലാത്ത കാരണമാണ് നമുക്ക് ശരിക്കും അതിന് വിസിബിലിറ്റി കിട്ടാത്ത കേട്ടോ. അതിന് എൻ്റെ അടുത്ത് ഒന്ന് ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ അവിടെ നിന്നുള്ള സൂര്യന്റെ ആ ഒരു കുത്തും, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ക്യാമറയിൽ ശരിക്കും എത്രത്തോളം ഇങ്ങോട്ട് ക്ലിയർ ആവണില്ല.
സൈഡിൽ കണ്ടില്ലേ തോട്ടങ്ങളാണ്, എവിടെ നോക്കിയാലും കൃഷിയാണ്. ഇത് ശരിക്കും തമിഴന്മാരെയും കർണാടകക്കാരെയും അല്ലെങ്കിൽ ബാക്കി ആന്ധ്ര അവരെല്ലാവരൊക്കെ സമ്മതിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പൊ കേരളത്തിലെ ഒരു കൃഷിയിടങ്ങളോ ഒന്നുമില്ല, എല്ലാം തരിച്ചായിട്ട് ഇടും, ബംഗാളികൾ കൊണ്ട് പണിയെടുപ്പിക്കും, അത്ര തന്നെ. ഈ തമിഴ്നാട്ടിലൊക്കെ പോയ ഒരു സ്ഥലത്ത് പോലും, വെള്ളമില്ലാത്ത സ്ഥലത്ത് പോലും അവര് എവിടെയെങ്കിലൊക്കെ ഡാമിൽ നിന്നുള്ള വെള്ളമോ അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് കൃഷി ചെയ്യും അവര്. അത് എവിടെ നോക്കിയാലും കൃഷിയാണ്. എന്ത് കപ്പലണ്ടി കൃഷിയാണെങ്കിലും ക്യാരറ്റിന്റെ കൃഷിയാണെങ്കിലും എവിടെ നോക്കിയാലും കൃഷിയും വൈബായിട്ടുള്ള ഒരു പ്ലേസ് ശരിക്കും. പിന്നെ അവിടുത്തെ ഒരു അവരുടെ സംസ്കാരത്തിന് ഏറ്റവും കൂടുതൽ അവര് അല്ലെ തമിഴിലാണ് എപ്പോഴും പേരും. നമ്മള് തമിഴ്നാട്ടിൽ പോയാലേ ബസ്സിലൊക്കെ കയറാൻ ഭയങ്കര പാടാണ്. അവരുടെ ഭാഷയിൽ അവര് എഴുതി വെച്ചിട്ടുണ്ടാവും, അല്ലാതെ ഇംഗ്ലീഷൊന്നും ഉണ്ടാവില്ല. ഇത്രയും അവരുടെ സംസ്കാരത്തിനെ അവര് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ തമിഴന്മാരെന്ന് വേറെ ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ നമ്മൾ ഊട്ടിയുടെ ഭാഗങ്ങളിലേക്ക് എത്തി തുടങ്ങിയിട്ടോ, കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ. ഇതിൽ എനിക്ക് ഒരു കാര്യം പറയാം, ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് സൈഡ് സീറ്റ് കിട്ടിയില്ല. പിന്നെ ഫ്രണ്ടിലിപ്പോ ആ ഡ്രൈവറുടെ ഭാഗത്ത് പോയിട്ടിരുന്നാലേ പിന്നെ എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ കൺട്രോളിൽ നിന്ന് ഷൂട്ട് ചെയ്യാന്നല്ലാതെ പലരും പറയും വേണ്ട ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഷൂട്ട് ചെയ്യായിരുന്നില്ലേ. ഈ തമിഴന്മാരുടെ പ്രശ്നം പറയണെങ്കിൽ അവര് സമ്മതിക്കുന്നില്ല ഫ്രണ്ടിൽ പോയിട്ട് ഇരിക്കാനും. അപ്പൊ നമുക്ക് ഒരു രക്ഷയില്ലാത്ത കാരണമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നല്ല വൈബ്. നിങ്ങള് കാണേണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ശരിക്കും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല, ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സൈഡിലൊക്കെ ഗംഭീര കാഴ്ചയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ റൂട്ട് മസനഗുഡി വഴി ഊട്ടി നിങ്ങൾ പോയിരിക്കണം, നിർബന്ധമായിട്ടും പോയിരിക്കണം. ശരിക്കും മസനഗുഡിയിൽ ഒരുപാട് കാണാനായിട്ട് കുറെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്നാണ് ഞാൻ പറയുള്ളൂ മസനഗുഡിയിൽ. അത്രയും നല്ലൊരു സ്ഥലമാണ് മസനഗുഡി. ഊട്ടിയുടെ ഔട്ടർ ഏരിയയാണ് ഈ മസനഗുഡി എന്നൊക്കെ പറഞ്ഞാട്ടോ. ചുരമിറങ്ങി ചെന്നാലേ വല്ലാത്തൊരു ഫീൽ തന്നെയാണ്, സംശയമില്ല. അങ്ങനെ നമ്മള് നീണ്ട 36 ഹെയർപിൻ ബെൻഡുകളും കയറി നമ്മള് മുകളിലെത്തി. നമ്മുടെ ഊട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കണേ. ഇതാണ് ഊട്ടി. പണ്ടൊക്കെ നമുക്ക് ഊട്ടി എന്ന് പറഞ്ഞാൽ വേറെ എവിടെയോ ഒരു ലോകം പോലെയായിരുന്നു അല്ലെ. ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഊട്ടിയിൽ പോണ ഒരാളാണ്. നമ്മളങ്ങനെ ഊട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോ ഇനി ഊട്ടി ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മുടെ യാത്ര. അങ്ങനെ നമ്മള് ഊട്ടി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഒരു 1.25 മണിക്കൂർ എടുത്തു കേട്ടോ നമുക്ക് ചുരം കയറിയിട്ട് ഊട്ടിയിൽ മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിൽ എത്താനായിട്ട്. അപ്പൊ ആ കോളേജ് ഞാൻ പറഞ്ഞില്ലേ, അവിടുന്ന് ആ മസനഗുഡിയിൽ നിന്ന് കയറിയ ആൾക്കാരൊക്കെ ഊട്ടിയിൽ പഠിക്കുന്നവരൊക്കെ അവിടെ വന്ന് ഇറങ്ങി. ഊട്ടി ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇതാണ് ഊട്ടി ബസ് സ്റ്റാൻഡ്. ഇവിടെ സ്മോൾ ബസ്സുകൾ കുറെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇനി അടുത്തൊരു
ബസ്സിന്റെ വീഡിയോ ഇവിടുന്ന് തുടങ്ങുകയാണ്. അപ്പൊ അതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അടുത്ത വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.